ബ്രില്യൻസ് എഡ്യു അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് 1857 വിപ്ലവം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ചപ്പാത്തി വിപ്ലവമെന്നും ഒക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പതനത്തിന് കാരണമായ വിപ്ലവം കൂടിയാണ് 1857 വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അറിയേണ്ട ചില പോയിന്റുകളാണ് ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുന്നത്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു. 1857 ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? അത് പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു പാൽമേഴ്സ്റ്റൺ പ്രഭു. അടുത്തത് 1857 വിപ്ലവ സമയത്തെ ഓരോരുത്തരുടെയും വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ, ഇത് രണ്ടിന്റെയും ആൻസർ ഒന്ന് തന്നെയാണ്. അതാണ് അസിമുള്ള ഖാൻ എന്ന് പറയും. അതായത് 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നോ 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അസിമുള്ള ഖാൻ ആണ്. അടുത്തത് 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികൻ ആരാണ്? അതാണ് കൻവർ സിംഗ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികനാണ് കൻവർ സിംഗ്. അടുത്തത് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു? അത് നാനാ സാഹിബ് ആണ്. 1857 വിപ്ലവ സമയത്തെ ബുദ്ധി കേന്ദ്രം അതായിരുന്നു നാനാ സാഹിബ്. ഇനി അടുത്തത് 1857 വിപ്ലവ സമയത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ചോദ്യം ഇതാണ്: 1857 വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം അറിയാവുന്നവർ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.